അമല മഞ്ജു എന്ന ഗ്രാമത്തിലെ കൃഷിയിടങ്ങളിൽ കൃഷി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ കൃഷിയിടങ്ങളിലേക്ക് നിരവധി ജോലിക്കാരും വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജോലിക്കാർക്കിടയിൽ ഒരു സ്ത്രീ അവരുടെ കൈക്കുഞ്ഞിനെയും കൊണ്ട് അവിടേക്ക് നടന്നെത്തി. അമല മഞ്ജു എന്ന ഗ്രാമത്തിലെ ആളുകളുടെ പ്രധാന ഉപജീവന മാർഗം കൃഷിയും കന്നുകാലി വളർത്തലുമാണ്. അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിലൂടെയാണ് അവർ ഓരോ ദിവസവും മുന്നിലേക്ക് തള്ളി നീക്കുന്നത്. അവിടേക്ക് എത്തിയ സ്ത്രീ തന്റെ കുഞ്ഞിനെ അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തിന്റെ തണലിൽ കെട്ടിയിരുന്ന സാരി കൊണ്ട് നിർമ്മിച്ച ഒരു തുണിത്തൊട്ടിലിൽ തന്റെ കുഞ്ഞിനെ കിടത്തി. ആ കുഞ്ഞിന് ആവശ്യമായ മുലപ്പാലും അവൾ നൽകിയിരുന്നു. മുലയൂട്ടി അവനെ ഉറക്കിയ ശേഷമാണ് അവൾ കൃഷിയിടത്തിലേക്ക് പണി ചെയ്യുവാൻ വേണ്ടി ഇറങ്ങി. അവളുടെ കൃഷിയിടത്തിലുള്ള പണിക്കിടയിലും അവൾ ഇടയ്ക്കിടയ്ക്ക് തന്റെ പൊന്നോമനയെ നോക്കുന്നുണ്ടായിരുന്നു. തുണിത്തൊട്ടിലിൽ കിടന്നുറങ്ങുന്ന തന്റെ കുഞ്ഞിനെ. എന്നത്തെ പോലെയും തൊട്ടിലിൽ കിടന്നുറങ്ങുന്ന കുഞ്ഞ് ഉണരുവാൻ സമയമായി. അവൻ ഉണർന്ന് കരയുവാൻ സമയമായി. അവൻ പതിവായി ഉണരുന്ന സമയം കഴിഞ്ഞിട്ടും കരയുന്ന സമയം കഴിഞ്ഞിട്ടും അവിടെ നിന്നും ഒരു ശബ്ദവും കേൾക്കാത്തതിനെ തുടർന്ന് ആ സ്ത്രീ സാരിത്തൊട്ടിലിന്റെ അരികിലേക്ക് നടന്നു. അതിനരികിലെത്തി അവൾ തന്റെ കുഞ്ഞിനെ നോക്കി. അക്ഷരാർത്ഥത്തിൽ അവൾ ഞെട്ടിപ്പോയി. അവിടെ നിന്നും ഉയർന്ന ഉച്ചത്തിലുള്ള നിലവിളിയും പൊട്ടിക്കരച്ചിലും കേട്ടാണ് ബാക്കി ഉണ്ടായിരുന്നവർ അവിടേക്ക് ഓടിയെത്തുന്നത്. അവിടേക്ക് ഓടിയെത്തുമ്പോൾ അവർ കാണുന്ന കാഴ്ച തൊട്ടിലിൽ കിടന്നുറങ്ങിയിരുന്ന ആ കുഞ്ഞിനെ കാണുവാനില്ല. ആദ്യമൊക്കെ അവർ കരുതിയിരുന്നത് അവിടെ ആരെങ്കിലും എടുത്തുകൊണ്ടു പോയിരിക്കും എന്നാണ്. എന്നാൽ സമയം മുന്നിലേക്ക് ഇഴഞ്ഞു നീങ്ങി. അവിടുത്തെ ആളുകൾ പെട്ടെന്ന് തന്നെ ഒരു തിരച്ചിൽ സംഘം രൂപീകരിച്ചു. ആ കുഞ്ഞിനു വേണ്ടി അവർ തിരച്ചിൽ നടത്തി. മണിക്കൂറുകൾ നീണ്ടുനിന്ന തിരച്ചിലിനൊടുവിൽ അവർക്ക് കണ്ടെത്തുവാനായത് നിലത്ത് ചിതറിക്കിടക്കുന്ന ചോരത്തുള്ളികളാണ്. ആ ചോരത്തുള്ളികളെ പിന്തുടർന്ന് പോയവർ കണ്ടത് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. ലാന്തന ചെടികൾക്കിടയിൽ കിടക്കുന്ന ചോരയിൽ കുതിർന്ന ആ കുഞ്ഞിന്റെ ശരീരത്ത് ആ അമ്മ അവസാനമായി ധരിപ്പിച്ച വസ്ത്രത്തിന്റെ കീറിപ്പറഞ്ഞ തുണ്ടുകളായിരുന്നു. അവിടെ ആകെ രക്തം തളം കെട്ടിക്കിടക്കുന്നു. എന്താണ് സംഭവിച്ചിരിക്കുക എന്ന് അവർക്ക് കണ്ടെത്തുവാൻ സാധിച്ചില്ല. എങ്കിലും അവർ ഒരു നിഗമനത്തിൽ എത്തിച്ചേർന്നു. ഏതോ ഒരു ജീവി ആ കുഞ്ഞിനെ പിടിച്ചുകൊണ്ടുപോയിരിക്കുന്നു. തന്റെ അമ്മയുടെ സംരക്ഷണത്തിൽ നിന്നും ആ പിഞ്ചു കുഞ്ഞിനെ അവൻ കടിച്ചെടുത്തുകൊണ്ട് പോയിരിക്കുന്നു, ആഹാരമാക്കിയിരിക്കുന്നു. നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുവാൻ പോകുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു വേട്ടക്കഥയാണ്. നരഭോജികളായ ഒരു കൂട്ടം ചെന്നായ്ക്കളുടെ നരനായട്ടിന്റെ കഥയും അവയെ അതിസാഹസികമായി വേട്ടയാടിക്കൊന്നതിന്റെ കഥയുമാണ്. നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ഈ കഥ അരങ്ങേറുന്നത് മധ്യപ്രദേശിലെ സീഗൂർ ഡിസ്ട്രിക്റ്റിലെ അഷ്ട എന്ന സ്ഥലത്താണ്. നിരവധി ഗ്രാമങ്ങളുണ്ട് ഈ അഷ്ട എന്ന് പറയുന്ന ഈ സ്ഥലത്ത്. അങ്ങനെയുള്ള ഈ സ്ഥലത്താണ് നരഭോജികളായ ഒരു കൂട്ടം ചെന്നായ്ക്കൾ ഇറങ്ങിയത് അവരുടെ നരനായാട്ടം നടത്തുവാൻ വേണ്ടി. 1985 1986 കാലഘട്ടത്തിനും ഇടയിലാണ് ഈ സംഭവം അവിടെ അരങ്ങേറുന്നത്. ഏകദേശം 2 ആൺ ചെന്നായ്ക്കളും 2 പെൺ ചെന്നായ്ക്കളും അവരുടെ 2 കുട്ടികളും അടങ്ങുന്ന ഒരു സംഘം ചെന്നായി കൂട്ടങ്ങളായിരുന്നു ഈ നരനായാട്ടിന് പിന്നിൽ. അവരുടെ 1 വർഷം നീണ്ടുനിന്ന ഈ കാലഘട്ടത്തിൽ അവർ ഏകദേശം 17 കുട്ടികളെ അവർക്ക് ഇരയാക്കി എന്നാണ് പറയപ്പെടുന്നത്. അവർ കുട്ടികളെ മാത്രമായിരുന്നില്ല വേട്ടയാടിക്കൊണ്ടിരുന്നത്, അവർ മുതിർന്ന ആളുകളെയും വേട്ടയാടുമായിരുന്നു. 1985 നവംബർ മാസമാണ് അവരുടെ ആദ്യ നരവേട്ട ആരംഭിക്കുന്നത്. ഡോഡി ഘാട്ടി എന്ന സ്ഥലത്തിനരികിൽ ഫോഡ്ര എന്ന ഒരു ഗ്രാമം ഉണ്ടായിരുന്നു. ആ ഗ്രാമത്തിലായിരുന്നു അവരുടെ ആദ്യ ആക്രമണം അരങ്ങേറിയത്. അവർക്ക് അവിടെ ഇരയായി തീർന്നത് 8 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ആൺകുട്ടിയായിരുന്നു. സമയം ഏകദേശം വൈകുന്നേരമായി കാണണം. ആ ബാലനും അവന്റെ മാതാപിതാക്കളും കൂടി അവരുടെ വീടിനരികിലുള്ള ആ പാടശേഖരത്തിലേക്ക് നടന്നു പോയതായിരുന്നു. പാടത്തിന് അതിര് തീർത്ത് കടന്നു പോകുന്നത് ഒരു വനമാണ്. അങ്ങനെയുള്ള പ്രദേശത്തിലേക്കാണ് അവർ നടക്കുവാൻ വേണ്ടി ഇറങ്ങിയത്. ബാലൻ അവർക്ക് മുന്നിൽ അല്പം ദൂരെയായി അവൻ ഓടി നടക്കുകയാണ്. അവൻ ഓടി നടന്ന് കളിക്കുകയാണ്. അവൻ നടക്കുന്നതിനും എത്രയോ അടി പിന്നിലാണ് അവന്റെ മാതാപിതാക്കൾ നടക്കുന്നത്. എങ്കിലും അതുവഴി നടക്കുമ്പോൾ അവന് യാതൊരു ഭയവും ഉണ്ടായിരുന്നില്ല. കാരണം എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ അവർ ഇതുപോലെ പതിവായി നടക്കുവാൻ ഇറങ്ങുന്നതാണ്. അതുകൊണ്ട് ആ വഴിയെല്ലാം അവന് തിട്ടവുമാണ്. അങ്ങനെ അവൻ തന്റെ മാതാപിതാക്കൾക്ക് മുന്നിലായി അല്പം അകലെയായി ഓടിക്കളിക്കുകയാണ്. പെട്ടെന്ന് എവിടെ നിന്നോ കുറച്ച് ചെന്നായ്ക്കൾ അവിടേക്ക് കടന്നു വന്നു. തങ്ങളുടെ മുന്നിൽ ഓടിക്കൊണ്ടിരുന്ന ആ പയ്യനെ അവർ ആക്രമിച്ചു. 8 വയസ്സ് മാത്രം പ്രായം വരുന്ന ആ ബാലനെ കടിച്ചെടുത്തുകൊണ്ട് ആ ചെന്നായ്ക്കൂട്ടം വനത്തിലേക്ക് ഓടി. തന്റെ കുട്ടിയുടെ ഉച്ചത്തിലുള്ള അലർച്ചയും ചെന്നായ്ക്കളുടെ മുരൾച്ചയും കേട്ട മാതാപിതാക്കൾ ഒന്ന് ഭയന്നു. എങ്കിലും അവർ അവരുടെ ധൈര്യം വീണ്ടെടുത്തുകൊണ്ട് അവരുടെ അരികിൽ കടന്നിരുന്ന ഒരു കമ്പെടുത്തുകൊണ്ട് തന്റെ മകനെ കടിച്ചെടുത്തുകൊണ്ട് വനത്തിലേക്ക് ഓടിമറഞ്ഞ ആ ചെന്നായ്ക്കളുടെ പിന്നാലെ ആ മാതാപിതാക്കൾ ഓടി. അവർ ആകും വിധം ഓടിക്കയറിയത് വനത്തിനുള്ളിലേക്കായിരുന്നു. വനത്തിനുള്ളിൽ അല്പദൂരം മുന്നിലേക്ക് നടന്നപ്പോൾ അവർക്ക് കാണുവാൻ കഴിഞ്ഞത് തന്റെ മകന്റെ ശരീരത്തിന് വേണ്ടി കടികൂടുന്ന ചെന്നായ്ക്കളെ ആയിരുന്നു. അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന കമ്പുകൾ കൊണ്ടും അവിടെ കിടന്ന കല്ലുകൾ വലിച്ചെറിഞ്ഞും ചെന്നായ്ക്കൾ
ചെന്നായ്ക്കളെ ദൂരേക്ക് ആട്ടിപ്പായിച്ചു. എന്നിട്ട് ചേതനയറ്റ് കിടക്കുന്ന തന്റെ മകന്റെ അരികിലേക്ക് അവർ നടന്നു. ആ കാഴ്ച അതിദയനീയമായിരുന്നു. 2 ചെന്നായ്ക്കൾ ചേർന്ന് തന്റെ മകന്റെ ശരീരം കടിച്ചു പറിച്ച് നാശമാക്കിയിരിക്കുന്നു. അവന്റെ വയറും മറ്റവയവങ്ങളുമെല്ലാം അവർ കടിച്ചു പറിച്ചു നാശമാക്കി. ഒരല്പജീവന്റെ അംശം പോലും അപ്പോൾ അവന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല. അതിക്രൂരമായ ആക്രമണം. അവിടെ നടന്ന ആ ദയനീയമായ രക്തം മരവിക്കുന്ന കാഴ്ച കണ്ട മാതാപിതാക്കൾ ഒരു നിമിഷത്തേക്ക് തകർന്നു പോയി. ആ സംഭവമായിരുന്നു നരഭോജിയായ ചെന്നായ്ക്കളുടെ ആദ്യ ആക്രമണം. അന്നവിടെ അരങ്ങേറിയ ആ സംഭവത്തിൽ അവിടുത്തെ ഗ്രാമീണർ പ്രതിഷേധിച്ചെങ്കിലും യാതൊരു ഫലവും ഉണ്ടായില്ല. എന്നാൽ അധികം വൈകാതെ വീണ്ടും അവരുടെ നരവേട്ട അരങ്ങേറി. എന്നാൽ ഇത്തവണ അവരുടെ നരവേട്ട അരങ്ങേറിയത് ആദ്യം നടന്ന ആ ഗ്രാമത്തിലായിരുന്നില്ല. ആ ഗ്രാമത്തിൽ നിന്നും അല്പം അകലെയായി ഉണ്ടായിരുന്ന മറ്റൊരു ഗ്രാമത്തിലാണ്. ഈ കഥ തുടങ്ങിയപ്പോൾ നിങ്ങളോട് മറ്റൊരു കഥ ഞാൻ പറഞ്ഞിരുന്നില്ലേ? അമല മഞ്ജു എന്ന ഗ്രാമത്തിൽ നിന്നും ഒരു കുഞ്ഞിനെ ചെന്നായ്ക്കൾ പിടിച്ചുകൊണ്ടുപോയ കാര്യം. ആ കഥ, ആ സംഭവമാണ് അതിനുശേഷം അവിടെ റിപ്പോർട്ട് ചെയ്തത്. കുഞ്ഞിനെ ഏതോ ഒരു ജീവി ആക്രമിച്ചു എന്ന് മാത്രമായിരുന്നു അവിടുത്തെ ഗ്രാമീണർക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ തന്നെ അവർ ഇക്കാര്യങ്ങളെല്ലാം വനപാലകരെ അറിയിച്ചിരുന്നു. ഒട്ടും സമയം കളയാതെ അഷ്ട റേഞ്ച് ഓഫീസറെ ഈ വിവരം അവർ ധരിപ്പിച്ചു. പിന്നീട് അദ്ദേഹം വഴിയാണ് സിക്കൂറിലെ ഫോറസ്റ്റ് ഓഫീസിലേക്കും അതുപോലെ ഫോറസ്റ്റ് ഓഫീസർക്കും അവിടെ നടന്ന ഈ അരിങ്കൊലയെ പറ്റിയുള്ള വിവരം നൽകുന്നത്. പിന്നെ ഒട്ടും സമയം പാഴാക്കാതെ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാൻ വേണ്ടി അവിടേക്ക് കുറച്ചുപേരെ അദ്ദേഹം അയച്ചു. അവിടേക്ക് ചെല്ലുവാനും അവിടുത്തെ ഗ്രാമീണരോട് സംസാരിക്കുവാനും അതിന്റെ നിജസ്ഥിതി അറിയുവാനും വേണ്ടിയായിരുന്നു. അല്ലെങ്കിൽ അവിടെ നിയോഗിക്കപ്പെട്ട ഓഫീസേഴ്സ് സംഭവ സ്ഥലത്തെത്തുകയും സംഭവം നടന്നതിന്റെ ചുറ്റുപാടും അന്വേഷിക്കുകയും അതിന് പിന്നിലെ കാരണക്കാരനെ കണ്ടെത്തുകയുമായിരുന്നു ചെയ്തത്. സംഭവസ്ഥലം പരിശോധിച്ച ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത് ഇതിന് പിന്നിൽ ഒരു ചെന്നായി ആണെന്നാണ്. സംഭവ സ്ഥലത്ത് നിന്നും ഒരു വലിയൊരു ചെന്നായുടെ കാൽപ്പാടുകൾ അവർക്ക് കണ്ടെത്തുവാൻ സാധിച്ചു. ആ കാൽപ്പാടിൽ നിന്നും അതൊരു ആൺചെന്നായാണെന്നും അവർക്ക് മനസ്സിലായി. പിന്നീട് ഈ വാർത്ത ഒരു കാട്ടുതീ പോലെ ഗ്രാമങ്ങളിലും അയൽ ഗ്രാമങ്ങളിലും പടരുകയായിരുന്നു. ആദ്യമൊക്കെ അവിടുത്തെ ആളുകൾ കരുതിയിരുന്നത് പ്രായാധിക്യം മൂലം നരവേട്ടയിലേക്ക് കടക്കപ്പെട്ട ഒരു ചെന്നായി ആണെന്നാണ്. എന്നാൽ പിന്നീട് അങ്ങോട്ട് ചെന്നായ്ക്കൾ നിരവധി കുട്ടികളെ ആക്രമിച്ചു. അതിൽ പലരെയും അവർ പിടിച്ചുകൊണ്ടുപോകുകയും ആഹാരമാക്കുകയും ചെയ്തു. അങ്ങനെ പതിയെ പതിയെ അവിടുത്തെ ആളുകൾ മനസ്സിലാക്കുകയാണ് ഇതിന് പിന്നിൽ ഒരു ചെന്നായി മാത്രമല്ല, ഒരു കൂട്ടം ചെന്നായ്ക്കളുണ്ടെന്ന്. അതെ, പാക്കറ്റ് ഓഫ് വൂൾഫ്സ്. ഈ വാർത്ത ഗ്രാമങ്ങളെയും അയൽ ഗ്രാമങ്ങളെയും ഭയത്തിലാഴ്ത്തി. ഗ്രാമത്തിലെ ആളുകളെല്ലാം തന്നെ അവരുടെ കൃഷിയിടത്തിലേക്ക് പോകുവാൻ തന്നെ ഭയന്നു. ഇനിയും എപ്പോഴാണ് ചെന്നായ്ക്കൾ കുട്ടികളെ ആക്രമിക്കുന്നതിൽ നിന്നും പിന്മാറി മുതിർന്നവരിലേക്ക് ആക്രമണം അഴിച്ചുവിടുക എന്ന് പറയുവാൻ സാധിക്കുകയില്ലല്ലോ. എന്നാൽ ഗ്രാമങ്ങളിലെ കുട്ടികളെ പഠിക്കുവാൻ വേണ്ടി സ്കൂളിലേക്ക് അയക്കുവാൻ പോലും അവിടുത്തെ ആളുകൾ ഭയന്നിരുന്നു. അവരെ അതിൽ നിന്നും തടയുക പോലും ചെയ്തു. എന്നിട്ടും അഷ്ടയിൽ ആ ചെന്നായ്ക്കളുടെ ആക്രമണം തുടർന്നുകൊണ്ടിരുന്നു. അന്നുണ്ടായിരുന്ന മുഖ്യധാര പത്രങ്ങളിലെല്ലാം തന്നെ ഈ വാർത്ത അച്ചടിച്ചു വന്നിരുന്നു. ചെന്നായ്ക്കളുടെ ആക്രമണം അഷ്ട എന്ന സ്ഥലത്ത് രൂക്ഷമായതോടെ അവിടുത്തെ ഗവൺമെന്റ് അതിനെ നായാടാൻ തന്നെ തീരുമാനിച്ചു. അതിനായി ഒരു സംഘം ഉദ്യോഗസ്ഥരെ നിയമിക്കുകയും ചെയ്തു. സിഗൂറിലെ കളക്ടറുടെ നേതൃത്വത്തിലായിരുന്നു ആ വേട്ട സംഘം തയ്യാറെടുത്തത്. സിഗൂറിലെ അന്നത്തെ കളക്ടറായിരുന്ന അജയ് സിംഗ യാദവ്, അതുപോലെ സൂപ്രണ്ടന്റ് ഓഫ് പോലീസ് ആയിരുന്ന ബ്രൂണോ ഡിക്രൂസ്, ഡിവിഷണൽ ഓഫീസർ ആയിരുന്ന ചൗധരിയും അദ്ദേഹത്തിന്റെ 2 അസിസ്റ്റന്റും, ശ്രീവാസ്തവ, നാജിം എന്നായിരുന്നു അവരുടെ പേര്. അവരെ കൂടാതെ ഡിവിഷണൽ ഓഫീസർ ആയിരുന്ന കൗരവിയും ആ ഗ്രൂപ്പിലുണ്ടായിരുന്നു. ഇവരുടെ നിയന്ത്രണത്തിലായിരുന്നു ആ വേട്ട സംഘം അഷ്ടയിലെത്തിയത്. ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥരടങ്ങുന്ന ഒരു വലിയൊരു വേട്ട സംഘം തന്നെയായിരുന്നു അവർ തയ്യാറാക്കി നിർത്തിയിരുന്നത്. ജൂതി നദിയുടെ തീരത്തും അതിന് സമീപ പ്രദേശങ്ങളിലുമായിരുന്നു ചെന്നായ്ക്കളുടെ കൂടുതൽ ആക്രമണവും അരങ്ങേറിയിരുന്നത്. ഇവിടെ നിന്നുമാണ് ആ ചെന്നായ്ക്കൾ കൂടുതൽ ആളുകളെ വേട്ടയാടുകയും അവർക്ക് ഇരയാക്കി തീർത്തുകൊണ്ടിരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ജൂതി നദിയുടെ തീരത്തുള്ള ഒരു ഒഴിഞ്ഞ വീട്ടിൽ സീഹോർ കളക്ടറുടെ നേതൃത്വത്തിലുള്ള 6 അംഗ സംഘം അവിടെ കാത്തുനിന്നു. അവർ അവിടേക്ക് നിയോഗിച്ച ഗവൺമെന്റ് ഉദ്യോഗസ്ഥരടങ്ങുന്ന വലിയൊരു വേട്ട സംഘം ആ വീട്ടിലേക്ക് എത്തുകയും കളക്ടറെയും മറ്റ് സംഘങ്ങളെയും കാണുകയും ചർച്ച നടത്തുകയും ചെയ്തു. ചെന്നായ്ക്കളെ നായാടാനിറങ്ങിയ ആ വേട്ട സംഘത്തിന് ഗവൺമെന്റിന്റെ പിന്തുണയും ഉണ്ടായിരുന്നു. എങ്ങനെയാണ് അവർ ചെന്നായ്ക്കളെ പിടിക്കുവാൻ പോകുന്നത്, എന്താണ് കെണിവെക്കുന്നത് എന്നൊക്കെയായിരുന്നു അവർ അവിടെ ചർച്ച ചെയ്തത്. അങ്ങനെ അവർ അവസാനം ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നു. ചെന്നായ്ക്കളെ ഇരയിലേക്ക് ആകർഷിക്കുവാൻ വേണ്ടി ചെന്നായ്ക്കുള്ള ഇരയായി ആടുകളെ കിട്ടാമെന്നും അങ്ങനെ ചെയ്തെടുക്കുന്ന ട്രാപ്പുകൾ ഇവയുടെ ശല്യം ഏറ്റവും കൂടുതലുള്ള ഭാഗത്ത് വെക്കാമെന്നും അവയെ കാത്തിരിക്കാമെന്നും അവർ പറയുകയുണ്ടായി. അതൊരു നല്ല ആശയമായാണ് കളക്ടർക്കും മറ്റുള്ളവർക്കും തോന്നിയത്. അത് തന്നെ മുന്നോട്ട് പോകുവാൻ അവർ പറയുകയും ചെയ്തു. അതിൻ പ്രകാരം അവർ തയ്യാറാക്കി വെച്ച ഇത്തരത്തിലുള്ള കെണികൾ
ചെന്നായ്ക്കളുടെ കൂടുതൽ ആക്രമണമുണ്ടായ പ്രദേശങ്ങളിൽ സ്ഥാപിച്ചു. രൂപഹേര, അമലാമസു, ഗൗല, അർണിയഗാസി, ഢോഡി എന്നീ പ്രദേശങ്ങളിലായിരുന്നു ശിക്കാരികൾ കെണികൾ സ്ഥാപിച്ചിരുന്നത്. അങ്ങനെ അവർ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കെണികളിൽ നിന്നും ചെന്നായ്ക്കൾക്ക് മനുഷ്യഗന്ധം ലഭിക്കാത്ത രീതിയിൽ അകലെ മാറി കാറ്റിന്റെ ഗതി അനുസരിച്ച് ഷോട്ട്ഗണ്ണുമായി ചെന്നായ്ക്കളുടെ വരവിന് വേണ്ടി അവർ അവിടെ കാത്തുനിന്നു. ഇതിനു പുറമെ നദിയുടെ കരയിൽ രണ്ടിടത്തായും അവർ കെണികൾ സ്ഥാപിച്ചിരുന്നു. എന്നാൽ ഇതുകൊണ്ടൊന്നും അത് അവസാനിച്ചിരുന്നില്ല. അവർക്ക് പ്രധാനമായി അവിടുത്തെ ഗ്രാമീണരുടെ ഭയം അകറ്റണമായിരുന്നു. അതിനുവേണ്ടി കളക്ടറുടെ ഉത്തരവ് പ്രകാരം പോലീസ് പിക്കറ്റുകൾ സ്ഥാപിച്ചു. അതുകൂടാതെ രാത്രികാലങ്ങളിലുള്ള റൗണ്ട്സ് ചുറ്റിലും അവർ തുടർന്നു. എന്നാൽ അതുകൊണ്ടൊന്നും ഒരു കാര്യവും ഉണ്ടായില്ല. ദിവസങ്ങൾ കടന്നുപോയി. ചെന്നായ്ക്കളുടെ ശല്യം പെരുകുവാനും ആരംഭിച്ചു. അവർ സുലഭമായി കൊലപാതകങ്ങളും നടത്തിക്കൊണ്ടിരുന്നു. എന്നാൽ ശിക്കാരികൾ സ്ഥാപിച്ച വേട്ടക്കണികളിൽ ഒന്നിൽ പോലും അവർ പെട്ടില്ല. ചുരുക്കം പറഞ്ഞാൽ അവരുടെ ശ്രമങ്ങളെല്ലാം വിഫലമായി പോകുകയായിരുന്നു. മനുഷ്യമാംസത്തിന്റെ രുചിയറിഞ്ഞ് മനുഷ്യരെ മാത്രം വേട്ടയാടുന്ന നരഭോജികളായി പൂർണ്ണമായും അവർ അപ്പോഴേക്കും മാറിക്കഴിഞ്ഞിരുന്നു. ഗവൺമെന്റിന്റെ നേതൃത്വത്തിലുള്ള ആ വേട്ട സംഘം പൂർണ്ണമായും പരാജയപ്പെടുകയായിരുന്നു. അവർ മാത്രമായിരുന്നില്ല ആ ചെന്നായ്ക്കളെ പിടിക്കുവാൻ വേണ്ടി കളത്തിലിറങ്ങിയിരുന്നത്. നിരവധി വേട്ടക്കാർ നിരവധി തവണ അവരെ കുടുക്കിലാക്കുവാനും ട്രാപ്പ് ചെയ്യുവാനും വെടിവെക്കുവാനും വേണ്ടി വനത്തിലേക്ക് പോയിരുന്നു. ഗ്രാമങ്ങളിൽ അലഞ്ഞു നടന്നിരുന്നു. അവർക്ക് മുന്നിലെങ്ങും ആ ചെന്നായ്ക്കൾ പെട്ടില്ല. അവരിൽ നിന്നെല്ലാം അകന്ന് കുട്ടികളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് അവർ രക്തക്കൊതിയോടെ ഗ്രാമങ്ങളെല്ലാം ചുറ്റിക്കറങ്ങുകയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയമാണ് നാട്ടിലെ പ്രമാണിയായ ഹൈദർ എന്ന ഒരു വേട്ടക്കാരൻ കളത്തിലേക്ക് ഇറങ്ങുന്നത്. ഷിഹൂറിലെ കളക്ടർ ആയിരുന്ന അജയ് സിൻഹ യാദവിന്റെ സുഹൃത്തു കൂടിയായിരുന്നു ഹൈദർ, നാട്ടിലെ പ്രമാണി. ഈ ചെന്നായ്ക്കളുടെ ശല്യം കാരണം അദ്ദേഹത്തിന്റെ കൃഷിയിടത്തിലേക്ക് പണി ചെയ്യുവാൻ ആളുകളെ കിട്ടാതായിരുന്നു. അതുമാത്രമായിരുന്നില്ല, അദ്ദേഹത്തിന്റെ ജോലിക്കാരുടെ കൂട്ടത്തിൽ 2-3 പേരുടെ മക്കളെ ഈ ചെന്നായ് കൂട്ടങ്ങൾ ആക്രമിച്ചിരുന്നു. അങ്ങനെ അവരുടെ തുടർച്ചയായ കണ്ണീരിന് ശമനം കാണുവാനും ആ ഗ്രാമത്തെ രക്ഷിക്കുവാനും വേണ്ടിയാണ് ഹൈദർ കളത്തിലേക്ക് ഇറങ്ങിയത്. അദ്ദേഹം നായാട്ടിന് പോകുന്നതിന് മുന്നേ അദ്ദേഹത്തിനൊരു കാര്യം അറിയാമായിരുന്നു. ഈ നരഭോജി ചെന്നായ്ക്കളുടെ താവളം അമലാമസു എന്ന പ്രദേശത്തിലെ മലനിരകളിലെ ഗുഹകളാണെന്ന്. അദ്ദേഹം രണ്ടും കൽപ്പിച്ചുകൊണ്ട് ഏകനായി തന്നെ ആ മലനിരകളിലേക്ക് യാത്ര തിരിച്ചു. അദ്ദേഹം രാപകലില്ലാതെ അവിടെ അന്വേഷണം നടത്തി. അങ്ങനെ അവസാനം അദ്ദേഹം ആ ചെന്നായ്ക്കളുടെ താവളമായ അവരുടെ ഗുഹ കണ്ടെടുക്കുകയാണ്. ഗുഹയുടെ സമീപത്തേക്ക് അദ്ദേഹം നടന്നു ചെന്നു. അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന റൈഫിൽ അതിന് നേരെ ചൂണ്ടിയിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് ആ ഗുഹയിൽ നിന്നും ചെന്നായ്ക്കളെ കാണുവാൻ സാധിച്ചില്ല. 2 ചെന്നായ് കുഞ്ഞുങ്ങൾ ആ ഗുഹയിലുള്ളതായി അദ്ദേഹത്തിന് അറിയുവാൻ സാധിച്ചു. പിന്നെ അദ്ദേഹം സമയമൊട്ടും പാഴാക്കാതെ മലനിരകളുടെ അരികിലുള്ള പർദീക്ഷര എന്ന പ്രദേശത്തിലേക്ക് പോയി. അവിടുത്തെ പർദികളെ കാണുവാൻ വേണ്ടിയായിരുന്നു അദ്ദേഹം അവിടേക്ക് പോയത്. കെണി വയ്ക്കുന്നതിനും നായ ആടുന്നതിലും അഗ്രഗണ്യകളാണ് പർദികൾ. അവരുടെ സഹായം തേടുവാൻ വേണ്ടിയാണ് അദ്ദേഹം അവിടേക്ക് പോയത്. അവിടെ ചെന്ന ഹൈദർ അവരുടെ സഹായം തേടി. അവർ അയാളെ സഹായിക്കാമെന്നും പറയുകയും ചെയ്തു. അങ്ങനെ അവരെയും വിളിച്ചുകൊണ്ട് മലമുകളിലെ അദ്ദേഹം കണ്ടെടുത്ത ആ ചെന്നായ്ക്കളുടെ ഗുഹയിലേക്ക് പോകുകയായിരുന്നു. അങ്ങനെ അവിടെ എത്തിയ അദ്ദേഹം അവരുടെ സഹായത്തോടെ ആ 2 ചെന്നായ് കുഞ്ഞുങ്ങളെ പിടികൂടുകയും അവിടെ നിന്നും അല്പം അകലെയായി 4 അടി വീതിയിലും 6 അടി താഴ്ചയിലും ഒരു കുഴി കുഴിച്ച് അതിനു മുകളിൽ ഉണക്കക്കമ്പുകൾ കൊണ്ടും ഇലകൾ കൊണ്ടും ആ കുഴി മൂടി ഒരു ചതിക്കുഴി ഒരുക്കി വെച്ചു. അതിന് സമീപത്തായി ചെന്നായ് കുഞ്ഞുങ്ങളെയും കെട്ടിയിട്ടു. ഹൈദറിന്റെ പദ്ധതി പ്രകാരം ചെന്നായ് കുഞ്ഞുങ്ങളെ തേടി എന്തായാലും അതിന്റെ തള്ളച്ചെന്നായി വരും. അങ്ങനെ വരികയാണെങ്കിൽ ഉറപ്പായും അവൾ ഈ കുടുക്കിൽ പെടുകയും അവർക്കതിനെ തല്ലിക്കൊല്ലുവാൻ സാധിക്കുകയും ചെയ്യും. ഇതായിരുന്നു ഹൈദറിന്റെ പദ്ധതി. ഹൈദറിന്റെ പദ്ധതി പ്രകാരം അവർ അവിടെ അതിനെ പിടിക്കുവാനുള്ള ട്രാപ്പുകളെല്ലാം സെറ്റ് ചെയ്തു. ചെന്നായ്ക്ക് മനുഷ്യന്റെ മണം ലഭിക്കാതിരിക്കുവാൻ വേണ്ടി കാറ്റിന്റെ എതിർദിശയിൽ അങ്ങ് അകലെയായി മറഞ്ഞിരുന്നു. സൂര്യൻ ചക്രവാളത്തിലേക്ക് മറഞ്ഞ സമയം ഇരുട്ട് ആ പ്രദേശമാകെ മൂടി. ചെന്നായ് കുഞ്ഞുങ്ങളുടെ ഓരിയിടൽ അവിടെ വല്ലാതെ ഉയരുവാൻ തുടങ്ങി. ചെന്നായ്ക്കൾ താമസിച്ചു എന്ന് കരുതപ്പെടുന്ന ആ ഗുഹയിൽ നിന്നും ഒരു ചെന്നായുടെ ഓരിയിടലും അവർക്ക് കേൾക്കുവാൻ സാധിച്ചു. അവർ ചെവി വട്ടം പിടിച്ചു. ഉറപ്പായും ആ തള്ളച്ചെന്നായി തന്റെ ഗുഹയിലേക്ക് വന്നു കാണണം, തന്റെ കുഞ്ഞുങ്ങൾക്കുള്ള ആഹാരവുമായി. അപ്പോഴായിരിക്കാം അവൾ ഒരു കാര്യം ശ്രദ്ധിച്ചത്. തന്റെ കുഞ്ഞുങ്ങളെ തന്റെ ഗുഹയിൽ കാണാനില്ല. ദൂരെ എവിടെ നിന്നോ അവയുടെ കരച്ചിലും കേൾക്കുന്നു. അവൾ അത്യധികം വേഗത്തിൽ തന്റെ കുട്ടികളുടെ അരികിലേക്ക് പാഞ്ഞെടുത്തു. തനിക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന ട്രാപ്പ് അറിയാതെ തന്റെ കുഞ്ഞുങ്ങൾക്കരികിലായി മുന്നിലായി അവൾക്കായി ഒരു കിടങ്ങ് അവർ ഒരുക്കിയിരുന്നു. ആ കിടങ്ങിലേക്ക് കുഴിയിലേക്ക്
ചെന്നായി വന്ന് പതിക്കുകയായിരുന്നു. ചെന്നായി അവരുടെ ട്രാപ്പിൽപ്പെട്ട സമയം തന്നെ അവിടെവിടെയായി ഒളിച്ചിരുന്ന പർദികൾ അവിടെ ഓടിയെത്തുകയും വാരിക്കുഴിയിൽ വീണുകിടന്ന ചെന്നായിയെ അവിടെ വെച്ച് തല്ലിക്കൊല്ലുകയും ചെയ്തു. അങ്ങനെ കൊന്ന ശേഷം അതിനെ ജീവൻ പൂർണ്ണമായും നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ പർദികൾ അതിനെ പുറത്തെടുക്കുകയും കൂടുതൽ പരിശോധനയ്ക്ക് വേണ്ടി അതിനെ ഗവൺമെന്റിന് വിട്ടു നൽകുകയും ചെയ്തു. അതിന്റെ പോസ്റ്റ്മോർട്ടം ചെയ്തതിൽ നിന്നും അവർക്ക് അറിയുവാൻ സാധിച്ചത് ഇതൊരു നരഭോജിയായ ചെന്നായി ആണെന്ന് തന്നെയായിരുന്നു. എന്നാൽ രണ്ടാമത് നടന്ന സംഭവ സ്ഥലത്ത് നിന്നും കളക്ട് ചെയ്ത ചെന്നായിയുടെ കാലടയാളവുമായി ഈ കാലടയാളം മാച്ച് ആകുന്നുണ്ടായിരുന്നില്ല, പൊരുത്തക്കേടുകൾ കാണിക്കുന്നുണ്ടായിരുന്നു. അവിടെ വെച്ച് അവർ കണ്ടത് വലിയൊരു ചെന്നായിയുടെ കാൽപ്പാടുകളായിരുന്നു. അതിൽ നിന്നുമാണ് അവർക്ക് ഈ സംഭവത്തിന് പിന്നിൽ ഒരു ചെന്നായി മാത്രമല്ല ഇവളെ കൂടാതെ മറ്റ് ചെന്നായ്ക്കളും ഉണ്ടെന്ന കാര്യം അവർക്ക് മനസ്സിലായത്. തള്ളച്ചെന്നായി മരിച്ചതോടെ അവിടെ അവശേഷിച്ച 2 ചെന്നായി കുഞ്ഞുങ്ങളെ കൊല്ലുവാൻ വേണ്ടി ഹൈദർ തുനിഞ്ഞു. അപ്പോൾ അവിടുത്തെ പർദികൾ അദ്ദേഹത്തെ തടഞ്ഞു. എന്തായാലും നരഭോജിയായ അവന്റെ തള്ളയെ കൊല്ലുവാൻ ഞങ്ങൾ സഹായിച്ചു. നിരപരാധിയായ ഈ കുഞ്ഞുങ്ങളെ കൊല്ലുവാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഇതിനെ വളർത്തുവാൻ ഞങ്ങൾക്ക് വിട്ടുതരണമെന്ന് ഹൈദറിനോട് അവർ അപേക്ഷിച്ചു. അദ്ദേഹം തലയാട്ടുകയും ചെയ്തു. അങ്ങനെ ആ 2 ചെന്നായി കുഞ്ഞുങ്ങളെ പർദികൾ വളർത്തുവാൻ വേണ്ടി എടുത്തു. അവരവിടെ കണ്ടെത്തിയ കാര്യങ്ങൾക്ക് കൂടുതൽ ഉറപ്പ് മൂന്നിലും നൽകുന്ന രീതിയിലായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവിടെ നടന്ന ഒരു സംഭവം തെളിയിച്ചത്. വീണ്ടും ആ പ്രദേശത്ത് ഒരു ബാലനെ കൂടി ചെന്നായ്ക്കൾ ആക്രമിച്ച് അവർക്ക് ഇരയാക്കി മാറ്റിയിരിക്കുന്നു. ആ സംഭവത്തോടുകൂടി ഈ സംഭവത്തിൽ മറ്റ് ചെന്നായ്ക്കളും ഉൾപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം അവർക്ക് ബോധ്യപ്പെടുകയായിരുന്നു. പിന്നീട് നടന്ന സംഭവങ്ങളിൽ നിന്നും അവർ കുട്ടികളെ മാത്രമല്ല മുതിർന്നവരെയും ലക്ഷ്യം വെക്കുന്നു എന്ന കാര്യം മനസ്സിലാക്കുവാൻ സാധിച്ചു. അതൊരു ഉദാഹരണമായിരുന്നു ഈ സംഭവം. തോതി ഗ്രാമത്തിലെ ശിവക്ഷേത്രത്തിനരികിലായിരുന്നു ഈ സംഭവം അരങ്ങേറിയത്. തോതി ഗ്രാമത്തിലെ ശിവക്ഷേത്രത്തിനരികിൽ കിടന്നുറങ്ങിയിരുന്ന ഒരു സ്വാമിക്ക് നേരെയായിരുന്നു ചെന്നായ്ക്കളുടെ ആക്രമണം ഉണ്ടായത്. നേരം രാത്രിയായി. ശിവക്ഷേത്രത്തിനരികിലെ കൽപ്പടിയിൽ കിടന്ന് സ്വാമി ഉറങ്ങുകയായിരുന്നു. അപ്പോഴാണ് ഇരുട്ടിന്റെ മറുപറ്റി 3 അംഗ സംഘം അടങ്ങുന്ന ചെന്നായ്ക്കൂട്ടം അവിടേക്കെത്തിയത്. ഉറക്കത്തിൽ ആണ്ട് കടന്നിരുന്ന സ്വാമിയുടെ നേരെ അവർ ആക്രമണം അഴിച്ചുവിട്ടു. അദ്ദേഹത്തെ കുതിര കടിച്ചു. അതിനുശേഷം അദ്ദേഹത്തിന്റെ തോളിൽ കടിച്ചുകൊണ്ട് വനത്തിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോകുവാൻ ഒരു നീക്കം നടത്തി. അദ്ദേഹത്തിന് അരികിലായി അദ്ദേഹം തീ കൂട്ടിയിരുന്നു. അദ്ദേഹം വളരെ വേഗം തന്നെ ചെന്നായ്ക്കളുടെ പിടിയിൽ നിന്നും കുതറി മാറി താൻ കത്തിച്ചു വെച്ച ആ തീക്കൂട്ടത്തിൽ നിന്നും ഒരു തീക്കൊള്ളി എടുത്തു. അയാളെ ആക്രമിക്കുവാൻ വന്ന ചെന്നായ്ക്ക് നേരെ വീശി. അതിലൊന്നിനെ ആ കത്തുന്ന തീയുമായി അദ്ദേഹം അടിക്കുകയും ചെയ്തു. അടികൊണ്ട ചെന്നായി കാട്ടിലേക്ക് ഓടിപ്പോയി. മറ്റു ചെന്നായ്ക്കൾ ഭയത്താൽ എവിടേക്കോ ഓടി. അങ്ങനെ അദ്ദേഹം വളരെ പ്രയാസപ്പെട്ടാണ് അവരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടത്. അവരുടെ ആക്രമണത്തിൽ അദ്ദേഹത്തിന്റെ തോളിൽ മാരകമായ ഒരു പരിക്കും ഏറ്റിരുന്നു. ഭോപ്പാലിലെ ഏറ്റവും മികച്ച വേട്ടക്കാരൻ എന്ന പേര് നേടിയിരുന്ന ഒരാളായിരുന്നു ഹാഫിസുൾ റഹ്മാൻ. അദ്ദേഹത്തിന് സ്വന്തമായി ഒരു റൈഫിലും ഒരു ജീപ്പും ഉണ്ടായിരുന്നു. അദ്ദേഹം ഇതിനു മുന്നേ പല ഗെയിം ഹണ്ടുകളിലും പങ്കെടുത്തിട്ടുണ്ട്. നിരവധി കടുവകളെയും പുലികളെയും അതുപോലെ കരടികളെയും അദ്ദേഹം കൊന്നു തള്ളിയിട്ടുണ്ട്. അദ്ദേഹം അയാളുടെ വിശ്രമ ജീവിതം അവിടെ ആഘോഷിക്കുകയായിരുന്നു ആ സമയം. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ അരികിലേക്ക് നിലവിളിച്ചുകൊണ്ട് ഒരാട്ടിടയൻ ഓടിയെത്തുന്നത്. തന്റെ ആടുകളിൽ ഒന്നിനെ ഒരു ചെന്നായി പിടിച്ചു എന്ന വാർത്തയായിരുന്നു അദ്ദേഹം അയാളോട് പങ്കുവച്ചത്. തന്നെ സഹായിക്കണമെന്നും ഇവിടെ നിന്ന് ഏകദേശം 5 മിനിറ്റ് സഞ്ചരിച്ചാൽ തന്റെ ആടിനെ പിടിച്ച ആ സ്ഥലത്തെത്താമെന്നും അവിടെ ആ ചെന്നായി തന്റെ ആടിനെ ആഹരിച്ചുകൊണ്ടിരിക്കുകയാണെന്നും പറഞ്ഞു. താങ്കൾ വരികയാണെങ്കിൽ അവനെ ഇപ്പോൾ തന്നെ വെടിവെച്ച് കൊല്ലാമെന്നും ആ ആട്ടിടയൻ അയാളോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. കേട്ട പാതി കേൾക്കാത്ത പാതി അദ്ദേഹം അകത്തേക്ക് ഓടി തന്റെ റൈഫിൾ എടുത്തുകൊണ്ട് വന്നു. തന്റെ ജീപ്പിലേക്ക് അയാളോട് കയറുവാൻ ആവശ്യപ്പെട്ടു. അതിനുശേഷം ആട്ടിടയൻ പറയുന്നത് വഴി അദ്ദേഹം തന്റെ ജീപ്പ് ഓടിച്ചു. അങ്ങനെ ആട്ടിടയൻ പറഞ്ഞതുപോലെ ഏകദേശം 5 മിനിറ്റ് സഞ്ചരിച്ചു കാണണം. അങ്ങ് അകലെയായി ഇടയന്റെ ആടിനെ ആക്രമിച്ച ആ സ്ഥലത്ത് തന്നെ ആ ചെന്നായി നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ അവിടെ നിന്ന് ആടിനെ ആഹരിച്ചു കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒട്ടും സമയം പാഴാക്കിയില്ല. ജീപ്പിൽ നിന്നും അദ്ദേഹം താഴേക്കിറങ്ങി. തന്റെ റൈഫിളിന്റെ റേഞ്ചിനുള്ളിൽ ആ ചെന്നായി വരുന്ന രീതിയിൽ അദ്ദേഹം മുന്നിലേക്ക് നടന്നു. തന്റെ വരവൊന്നും അറിയുവാൻ ആ ചെന്നായിക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. എപ്പോഴാണോ തന്റെ റൈഫിളിന്റെ റേഞ്ചിനുള്ളിൽ ആ ചെന്നായി വന്നത്, അപ്പോൾ അദ്ദേഹത്തിന്റെ കാഞ്ചി വലിക്കുകയും ചെയ്തു. തന്റെ തോക്കിന്റെ ശബ്ദത്തോടൊപ്പം ആ ചെന്നായി അവിടേക്ക് ചത്തു വീഴുകയും ചെയ്തു. അങ്ങനെ അവിടെ ചത്തുകിടന്ന ആ ചെന്നായി നരഭോജിയാണോ എന്ന സംശയം അയാൾക്കുണ്ടായി. അപ്പോൾ തന്നെ അയാൾ ആ ഗവൺമെന്റിനെ വിവരം അറിയിക്കുകയും ചെന്നായുടെ ശരീരം അധികൃതർക്ക് വിട്ടു നൽകുകയും ചെയ്തു. പോസ്റ്റ്മോർട്ടം നടത്തിയ അവർക്ക് ഇതൊരു നരഭോജി ചെന്നായാണെന്ന് കണ്ടെത്തുവാൻ സാധിച്ചു. അതിന്റെ കൂടെ മുന്നത്തെ കാലടയാളവുമായി ഇതിന്റെ കാലടയാളം ഒത്തുപോകുന്നുമുണ്ടായിരുന്നു. സംഭവം അറിഞ്ഞ ഗവൺമെന്റ് അദ്ദേഹത്തിന് 20,000 രൂപ പാരിതോഷികം നൽകുകയും സബ് ഇൻസ്പെക്ടറായി ജോലി നൽകാമെന്നും പറഞ്ഞു. എന്നാൽ ആ വാഗ്ദാനം അദ്ദേഹം നിരസിച്ചു. അദ്ദേഹം റിവാർഡ് മാത്രം കളക്ട് ചെയ്തു. അങ്ങനെ 4 അംഗ സംഘം അടങ്ങുന്ന നരഭോജി ചെന്നായി കൂട്ടത്തിൽ നിന്നും 2 ചെന്നായ്ക്കൾ അപ്രത്യക്ഷമായി.
ഇനി അവശേഷിക്കുന്നത് 2 മാത്രം. നമ്മൾ അല്പം മുന്നേ പറഞ്ഞ സംഭവം നടക്കുന്ന സമയത്ത് തന്നെയാണ് ഭോപ്പാൽ മന്ത്രിയും അദ്ദേഹത്തിന്റെ അംഗരക്ഷകനായ യാദവും എന്തോ മതാചാര ചടങ്ങുകൾക്ക് പങ്കെടുക്കുവാൻ വേണ്ടി അഷ്ടയിലേക്ക് എത്തിയത്. അങ്ങനെ ഒരു ദിവസം അദ്ദേഹത്തിന്റെ കൂടെ വന്ന അംഗരക്ഷകനായി വന്ന യാദവ് പർദിക്കരയിലേക്ക് പോകുകയായിരുന്നു. അങ്ങനെ പോകും വഴി യാദൃശ്ചികമായി പർദിക്കരയിലേക്ക് പോകുന്ന പാതയുടെ അരികിലായി ചെന്നായ്ക്കളുടെ കാലടയാളങ്ങൾ കാണുവാനിടയായി. അതിനോടകം തന്നെ ഈ ചെന്നായ്ക്കളെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അദ്ദേഹം അറിഞ്ഞു കഴിഞ്ഞിരുന്നു. ഞാൻ മുന്നേ നിങ്ങളോട് പറഞ്ഞിരുന്നുവല്ലോ, ഇത് മുഖ്യധാര പത്രങ്ങളിലെല്ലാം അച്ചടിച്ചു വന്നിരുന്നുവെന്ന്. അതിനാൽ തന്നെ ഈ ചെന്നായ്ക്കളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. കിട്ടിയ അവസരം പാഴാക്കാതെ ഒരു കൈ നോക്കാമെന്ന് യാദവ് തീരുമാനിച്ചു. അയാൾ മാത്രമായിരുന്നില്ല അപ്പോൾ അവിടെ ഉണ്ടായിരുന്നത്. അയാൾക്കൊപ്പം മന്ത്രിയുടെ ഹോംഗാർഡായ ഒരു സൈനികനും ഉണ്ടായിരുന്നു. ഇവർ ഇരുവരും കൂടി പർദിക്കരയിലേക്ക് യാത്ര തിരിച്ചു. പർദിക്കരയിൽ എത്തിച്ചേർന്ന അവർ ഒരു പർദിയോട് സഹായം ചോദിച്ചു. അങ്ങനെ ഏറ്റവും മികച്ച ട്രാക്കറായ ഒരു പർദിയുടെ സഹായത്തോടെ ഇവർ ഈ ചെന്നായുടെ ട്രാക്കുകൾ പിന്തുടർന്ന് മുന്നിലേക്ക് യാത്ര തുടർന്നു. അങ്ങനെയുള്ള അവരുടെ യാത്ര ചെന്ന് അവസാനിച്ചത് പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ ഒരു പ്രദേശത്തിനരികിലായിരുന്നു. അവിടെ എത്തിയപ്പോഴേക്കും അവർ അങ്ങ് അകലെയായി 2 ചെന്നായ്ക്കളെ കണ്ടിരുന്നു. ആ ചെന്നായ്ക്കൾ നടന്നു വരുന്നത് തങ്ങളുടെ നേരെയാണെന്ന് അവർക്ക് മനസ്സിലായി. എന്നാൽ ആ ചെന്നായ്ക്കൾ തങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഒട്ടും സമയം കളയാതെ അവർ അടുത്തുണ്ടായിരുന്ന പാറക്കൂട്ടങ്ങൾക്കിടയിലേക്ക് മറഞ്ഞു. അങ്ങനെ കുറച്ചു നേരം അവർ അവിടെ കാത്തുനിന്നു. ചെന്നായ്ക്കൾ ദൂരെ നിന്നും നടന്ന് അവരുടെ അരികിലേക്ക് നടന്നടുക്കുന്നത് അവർ കണ്ടു. പെട്ടെന്ന് തന്നെ യാദവിന്റെ കൂടെ ഉണ്ടായിരുന്ന ഹോംഗാർഡ് ആവേശം മൂത്ത് യാതൊരു മുന്നറിയിപ്പും കൊടുക്കാതെ ചാടി എഴുന്നേറ്റ് നടന്നു വന്നുകൊണ്ടിരുന്ന ആ ചെന്നായ്ക്കൾക്ക് നേരെ വെടികുതിർത്തു. എന്നാൽ അദ്ദേഹം കാണിച്ചത് വലിയൊരു അബദ്ധമായിരുന്നു. അദ്ദേഹത്തിന്റെ